സ്വന്തം പരിമിതികളെ തിരിച്ചറിയാതെ പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. എനിക്കറിയാം എന്നൊരു ബോധം എത്രത്തോളം നാം വെച്ചു പുലർത്തുന്നുണ്ടോ അത്രത്തോളം നാം മൂഢതയിലാണ് എന്ന് മനസ്സിലാക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ ഭാഗത്തൊരു കുഴപ്പവുമില്ല എന്ന് സ്വയം ധരിക്കുന്നവർ യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൽ പതിച്ചവരാണ്. യേശുക്രിസ്തു തന്നെ തന്നെ താഴ്ത്തി എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അവൻ കുരിശുമരണത്തോളം തന്നെ വിധേയനാക്കി. അങ്ങനെ ദൈവസന്നിധിയിൽ എളിമയുള്ളവരായി മാറാത്ത കാലത്തോളം നാം അഹങ്കാരത്തിലാണ്. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ജീവിത വഴിയിൽ പാപത്തിൽ നാം വീണു പോകാനിടയാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ആലോചിക്കുന്നത്. മൂന്നാം ഭാഗത്ത് അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നാം പോലും അറിയാതെയാണ് പലപ്പോഴും നമ്മൾ പാപത്തിൽ നിബന്ധിക്കുന്നത്, അവബോധമില്ലാതെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെയുള്ള പ്രവൃത്തികൾ വാസ്തവത്തിൽ അബദ്ധങ്ങളാണ്. ആ പ്രവൃത്തികളിൽ നാം തഴങ്ങുമ്പോൾ നാം നിരന്തരമായി പാപച്ചായ്ച്ചലുകളിലേക്ക് ചെന്നപ്പെടും. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള സുപരിചിതമായ ഒരു ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. എങ്ങനെയാണ് ഒരുവൻ തന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാനിടയാകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഉപമയാണത്. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിലെ 3 ഉപമകളും പാപവഴിയിൽ എങ്ങനെയാണ് മനുഷ്യർ വീണുപോകുന്നത് എന്നതിനെ സംബന്ധിച്ച പാഠങ്ങളാണ്. ആ ഉപമയിൽ യേശു പ്രത്യേകമായി അവതരിപ്പിക്കുന്നത് ഒരാൾ അയാൾക്കറിയാമെന്ന ബോധത്തിനകത്ത് ചെന്നുപെടുമ്പോഴുണ്ടാകുന്ന പതനത്തെക്കുറിച്ചാണ്. അറിവില്ല എന്നല്ല, അറിയാമെന്ന ബോധത്തോടെയാണ്. നാം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം. ഏതൊരു കാര്യത്തിലും എനിക്കറിയാം എന്നൊരു ധാരണ നമുക്ക് നടന്നു നീങ്ങാൻ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കറിയാം എന്നത് പരിപൂർണമായ അറിവാണെന്ന് ഒരാൾ ധരിക്കുന്നതോടെ അയാളുടെ വഴി തെറ്റിലേക്ക് പതിക്കുന്നതാണ്. കാരണം പൂർണ്ണമായ അറിവ് ക്രിസ്തുവിലാണ് എന്ന പരമാർത്ഥം ഓർക്കാതെ അവനവന്റെ അറിവിലും ധാരണയിലും ഒരാൾ മുഴുകുക, സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും പ്രധാനമായിട്ട് കാണുക എന്ന് പറയുന്നത് അയാളിൽ തന്നെ കെട്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അവനവൻ കടമ്പയാണ്. എന്തുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഭാ പ്രബോധനങ്ങൾ വേരുന്നണം. സുവിശേഷത്തെ നാം വായിക്കുമ്പോൾ സുവിശേഷ വ്യാഖ്യാനങ്ങളായി സഭ നൽകുന്ന പാഠങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരാകണമെന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം ഞാൻ വായിച്ചു, എന്റെ ബോധ്യത്തിൽ ഞാൻ കണ്ടെത്തി, ഞാൻ തീരുമാനിക്കുന്നു എന്നിടത്ത് എത്തിച്ചേരുമ്പോൾ സുവിശേഷത്തെ തന്നെയും തന്റെ അളവ് പാത്രത്തിനകത്ത് ഒളിച്ചു വെക്കുന്ന ഒരാളായിട്ട് മാറും. അല്ലെങ്കിൽ അപരിമേയനായ ദൈവത്തെ തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കാനുള്ള ശ്രമത്തിൽപ്പെട്ടു പോകുന്ന ആളായിട്ട് മാറും. ദൈവിക ജ്ഞാനത്തെയും അറിവിനെയും നമുക്ക് നമ്മുടെ സ്വന്തം അറിവും കഴിവും കൊണ്ട് പരിപൂർണമായി മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് കുറെ കൂടി വിശാലമായ ഒരു ബോധമുണ്ടാണ്. ഒരു പെർട്ടിക്കുലർ ആയിരിക്കുന്ന നാം, വ്യക്തി എന്ന നിലയിലായിരിക്കുന്ന നാം അതേസമയം യൂണിവേഴ്സൽ കൂടിയാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം. സാർവത്രിക മാനമുള്ള ഒരാളാണെന്നൊരു ബോധ്യം കൂടി ഉണ്ടാകണം. ഞാൻ എന്നിൽ തന്നെ തളയ്ക്കപ്പെട്ട ഒരാളായിട്ട് മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോയാൽ എനിക്ക് എന്നിൽ നിന്ന് പുറത്തു കടന്ന് യഥാർത്ഥ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായി സുവിശേഷം 16:24 പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിക്കണം. തന്നെ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെ പരിത്യജിക്കുന്ന കാര്യത്തിലല്ല, അവനവനാണ് എന്ന, ഞാനാണ് പരമാർത്ഥമെന്ന് അല്ലെങ്കിൽ സമ്പൂർണ്ണത എന്ന ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കണം. എന്റെ അറിവിൽ നിന്ന് പുറത്തു കിടക്കാതെ എനിക്ക് മറ്റൊരറിവിനെ സ്വീകരിക്കാൻ കഴിയില്ല. എനിക്ക് അറിവില്ല എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് അറിവ് സ്വീകരിക്കാൻ പറ്റുക. അതുകൊണ്ട് പഠിച്ച് മുന്നേറുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു കാര്യം നമുക്ക് അറിവില്ല എന്ന കാര്യമാണ്, നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന കാര്യമാണ്. നമ്മുടെ പരിമിതമായ അറിവിനെയും ബോധ്യങ്ങളെയും കുറിച്ചാണ് ഓരോ പ്രാവശ്യവും പഠനത്തിൽ മുന്നേറുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാകുക. കുട്ടികളൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത്, പരീക്ഷയോട് അടുക്കുന്ന ദിവസങ്ങളിൽ എല്ലാ പുസ്തകങ്ങളും പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിയുന്ന ഒരു കാര്യം തങ്ങൾക്ക് അറിയില്ല എന്നാണ്. നാം എത്രത്തോളം പഠിക്കുന്നുവോ പുതിയ വിഷയങ്ങളിലേക്ക് പോകുന്നുവോ നാം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിവില്ല എന്നാണ്. വിജ്ഞാനത്തിന്റെ ഒരു മേഖലയിൽ നമുക്ക് പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം പ്രാവീണ്യം നേടിക്കഴിയുമ്പോൾ എനിക്കെല്ലാം അറിയാം, എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന അബദ്ധമാണ്. കാരണം ഇതിനപ്പുറത്തേക്കുള്ള അറിവിന്റെ വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. ക്രിസ്തുവിൽ മാത്രമേ സമ്പൂർണമായ ജ്ഞാനമുള്ളൂ എന്ന കാര്യം യാഥാർത്ഥ്യം അംഗീകരിക്കുകയും എന്റെ അറിവിനെയും എന്റെ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ അറിവിലേക്ക് ഞാൻ സ്വയം എടുത്തു വെക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് ലോകത്തെ മനസ്സിലാക്കാനും
വിശകലനം ചെയ്യാനും അവനവന്റെ ജീവിതത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും കഴിയും. ഇങ്ങനെ ഹ്രസ്വകാലം ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാ അറിവുകളുടെയും നിറകുടമാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും എനിക്ക് ഈ അറിവ് പകരാൻ അധികാരമുണ്ടെന്ന് കരുതുമ്പോഴും ഒക്കെ ചെന്ന് പതിക്കുന്നൊരു വിപത്ത് ഞാൻ തന്നെ എന്നിൽ കുടുങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും അറിവ് എന്ന ഏറ്റവും പരമപ്രധാനമായ വിശാലാകാശത്തെ, അറിവെന്ന വിശാലാകാശത്ത് അല്പമാത്രമായ നാളുകളിൽ പറക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. സാധാരണഗതിയിൽ വീഴുന്ന ഇടർച്ചയ്ക്കുള്ള വലിയ പാറയാണ് അഹങ്കാരം. തന്നിൽ താനെന്ന ബോധം, തന്നിൽ അഭിമാനം, തന്നിൽ ആശ്രയം, സ്വയം നീതീകരണം എന്നിങ്ങനെ അഹങ്കാരത്തിന്റെ പ്രഥമ ലക്ഷണങ്ങളായി ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളെയും നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. തന്നിൽ താനാണെന്ന ഭാവം, ഞാൻ തന്നെ എന്ന ഭാവം പലപ്പോഴും നമുക്കുണ്ടാവും. ഞാനാണ് പരമപ്രധാനം, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നൊരു ബോധം ഉണ്ടാവും. ഈ അറിവ് എന്ന ബോധം നമ്മെ സങ്കുചിതമാക്കുന്നുണ്ട്, ജളനാക്കി മാറ്റുന്നുണ്ട്. ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം. ഒരിക്കൽ ഒരു സുവിശേഷം വായിച്ച, വിശുദ്ധ ഗ്രന്ഥം 15 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത ഒരാൾ, അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് അഭിപ്രായപ്പെട്ടത്, ഞാൻ വചനം മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല. 15 ദിവസം കൊണ്ട് ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാക്കിയെടുത്ത് എല്ലാം തീരുമാനത്തിലെത്തിച്ച ഒരാളെ സംബന്ധിച്ച് അയാളിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ധാരണ കൊണ്ടാണ് അയാൾ വായിക്കുന്നത്. ഒരു പുസ്തകം നാം വായിക്കുമ്പോഴോ ഒരു അറിവ് നാം സ്വീകരിക്കുമ്പോഴോ കേവലമായി നമ്മുടെ അറിവ് കൂടി കൂട്ടിവെച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ ഉണർത്തുകയാണ് വാസ്തവത്തിൽ ഓരോ വായനയും ഓരോ കേൾവിയും. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതാനുഭവങ്ങളൊക്കെ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അറിവ് എന്ന് വെച്ചാൽ ആത്മാവാകുന്ന അറിവ് ഇതിനെയൊക്കെ വീക്ഷിക്കുന്ന തരത്തിലാണ്. അപ്പൊ എൻ്റെ അറിവിന് പരിമിതിയുണ്ട്. കാരണം എൻ്റെ അനുഭവവും പരിചയവും കഴിവുകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ അറിവിനെ സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് നൽകുന്നത്. അവിടെയൊക്കെ പിഴവുണ്ടാകാം, ന്യൂനതകൾ ഉണ്ടാകാം. ദീർഘകാലമായി ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്റെ മുഴുവൻ അറിവുകളും ഒരാളിൽ ഒറ്റയടിക്ക് എല്ലാം ചേർന്ന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വാസ്തവത്തിൽ അയാളെപ്പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, താനെന്ന ഭാവം, ഞാനാണ് പരമപ്രധാനം, എല്ലാം എന്ന ഭാവം ചിലപ്പോഴൊക്കെ നമുക്ക് വന്നു ചേരും. സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു പരിമിതിയാണ്. അതുകൊണ്ട് നമുക്കെതിരായി ഉണ്ടാകുന്ന ആരോപണങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഒന്നും സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകും. നാം എന്നൊരു കുറവുള്ളവനാണെന്ന് അംഗീകരിക്കാൻ കഴിയാതെ പോകും. അങ്ങനെ കഴിയാതെ പോകുമ്പോൾ വാസ്തവത്തിൽ ഞാൻ എന്നിലേക്ക് തന്നെ തിരിയുന്നില്ല, എന്നെ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൽപ്പെട്ടവരാണ്. ദൈവത്തിന്റെ കസേരയിൽ കയറി ഇരുന്നിട്ടാണ് വിധിക്കുന്നത്. ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ, സമ്പൂർണ്ണമായിട്ട് ഒരാളെ കുറിച്ച് അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അയാളെ പരിപൂർണമായി സൃഷ്ടിച്ചവന്റെ പോലും അപ്പുറത്ത് കയറിയിരുന്ന് അയാൾ അങ്ങ് വിധിക്കുകയാണ്. ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ മോശമാണ് എന്ന് പറയും. നമുക്ക് ഒരാളെ കുറിച്ച്, അയാളുടെ പ്രവൃത്തിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റല്ല. നമുക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങളെ അഭിപ്രായമായിട്ട് പറയാം. ഇതൊക്കെ പറയേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മളൊരു വിധികർത്താവായിട്ട് ഇയാൾക്ക് പിശാചാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ് എന്നൊക്കെ വിധിച്ചു കഴിയുമ്പോൾ നമ്മളിൽ കുടുങ്ങിയത് വെളിപ്പെടുത്തുക. അതുകൊണ്ട് താനെന്ന ഭാവത്തിലാണോ, എനിക്ക് കീഴെയാണ് എല്ലാവരും, മറ്റുള്ളവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടുകൊള്ളണം, ഞാനൊരു അഹങ്കാരി, പേരിൽ അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? എൻ്റെ പേര് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പലതരത്തിലാണ്. ഇപ്പൊ ചിലര് പേര് പറഞ്ഞിട്ടാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പേര് പറഞ്ഞിട്ടോട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പറയും, ആ പേര് പറയും. വേറെ ചില ആളുകൾ ഈ പേര് ഒരാളിൽ തന്നെ നിലനിൽക്കുന്ന കാര്യമല്ലെന്ന് ഓർക്കണം. വിളിക്കാൻ വേറെ ആളില്ലെങ്കിൽ നമ്മുടെ പേരിന് അർത്ഥമില്ല. അതിനർത്ഥം എൻ്റെ പേര് പോലും എനിക്ക് സ്വന്തമല്ല, വേറൊരാൾ വിളിക്കുമ്പോഴാണ് എനിക്ക് പേരുണ്ടാവുന്നത്. രണ്ടാമത്, ചില ആളുകൾ സർവ്വനാമം ഉപയോഗിച്ച് പറയും. ഈ അഹങ്കാരത്തിന് ചില ലക്ഷണങ്ങളാണ്. സർവ്വനാമം ഉപയോഗിച്ച് പറയും. എങ്ങനെയാണ്? ഇപ്പോൾ ചില പുരോഹിതർ പ്രസംഗിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ചില ബ്രദർ പറഞ്ഞു എന്ന് പറയും, സിസ്റ്റർ പറഞ്ഞു എന്നിങ്ങനെ പറയും. അത് ഈ ആളുടെ പേര് മാറ്റിയിട്ട് സർവ്വനാമം ഉപയോഗിച്ച് അയാളെ കുറച്ചുകൂടി വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്യണതാവണമെന്നില്ല. പക്ഷെ അതിനകത്തൊക്കെ പതിയിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്ന് പറയുന്ന സംജ്ഞയ്ക്ക് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല. നമ്മൾ എന്ന് പറയുന്നതിലേ അർത്ഥമുള്ളൂ. കാരണം എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു ബന്ധത്തിനകത്താണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. ഭാഷ എന്ന് പറയുന്നത് ഒരു വീടായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിടയിൽ സംഭാഷണം ഉണ്ടാകുന്നത്. ഈ സംഭാഷണം നമുക്കിടയിലുള്ള ഒരു എൻഗേജ്മെന്റ് ആണ്, ഒരു ഇടപാടാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്നതിൽ തന്നെ ചുരുങ്ങിയാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. എൻ്റെ ഭാഷയായിട്ട് എനിക്ക് ഭാഷയില്ല, എൻ്റെതായിട്ട് എനിക്ക് സ്വന്തമൊന്നുമില്ല. കാരണം എനിക്കുള്ളതൊക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ ആർജിക്കുന്നതാണ്.
ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഭാഷയ്ക്ക് അർത്ഥം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് കൊണ്ട്, നിങ്ങളുടെ ആ സഹിഷ്ണുതാഭാവം കൊണ്ട്, വിനയഭാവം കൊണ്ടാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. അഥവാ നിങ്ങൾക്കത് സ്വീകരിക്കാൻ തടസ്സമുണ്ടാകുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പരിമിതമാക്കപ്പെടും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ പരിമിതി ഉള്ളവരാണെന്നും സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നവരാണെന്നും നമുക്ക് നമ്മിൽ തന്നെ നിലനിൽപ്പില്ലെന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറിത്തീരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാനല്ല പരമപ്രധാനമെന്നറിയണം. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം അവകാശമാക്കുക എന്ന് യേശു പറയാൻ കാരണം, ഞാൻ എന്ന ബോധത്തിൽ നിന്ന് ഞാൻ പുറത്തു കടന്ന് സ്രഷ്ടാവായവനെ ഞാൻ അംഗീകരിക്കണം. സ്രഷ്ടാവായവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ സ്രഷ്ടാവായിട്ട് മാറുന്നു, ഞാൻ കർത്താവായിട്ട് മാറുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളതാണ്. എൻ്റെ ഉടയവനും ദൈവവുമായവനെ, എനിക്ക് ഉടയവനല്ല, ഞാനാണ് ഉടയവൻ, സകലത്തിന്റെയും അധിപതി എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇത് സമ്പത്തുള്ളവരോ അറിവുള്ളവരോ കഴിവുള്ളവരോ ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ കാണാം. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാം, പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഞാൻ എന്ന ബോധത്തിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്, ഞാനാണ് പരമപ്രധാനമെന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ഇത് ഒരു അപകടകാരിയായ കാര്യമാണ്. അതുകൊണ്ടാണ് എന്നെ എതിർക്കുന്നവരൊക്കെ എനിക്ക് ശത്രുക്കളാകുന്നു, എന്നേക്കാൾ മെച്ചപ്പെട്ടവരോടൊക്കെ എനിക്ക് അസൂയ ഉണ്ടാവുന്നു. അതൊക്കെ തുടങ്ങുന്ന എവിടെ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്നാണ്. മൂലപാപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അഹങ്കാരം. തലപ്പെട്ട ദോഷമെന്ന് പണ്ടുള്ളവർ പറയും. തലപ്പെട്ട ദോഷമാണ്. ഈ തലപ്പെട്ട ദോഷം നമ്മെ എപ്പോഴും പിടികൂടും. ഞാനൊരു സന്യാസിയുടെ കഥ ഭംഗീന്ദ്രനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സന്യാസി യാത്ര പോകുമ്പോൾ 2 ശിഷ്യന്മാർ കൂടെ ഉണ്ട്. എതിരൊരു കാള വരുന്നു. ഈ കാളയെ കണ്ട് സന്യാസി തിരിഞ്ഞോടി. സാധാരണഗതിയിൽ കൈയൊന്ന് ഉയർത്തിയാൽ ഈ കാള ഭസ്മമാകേണ്ടതാണ്. അത്രത്തോളം ശക്തനായ സന്യാസിയാണ്. പക്ഷേ ഈ സന്യാസി തിരിഞ്ഞോടി. മരണത്തോടെടുത്ത സമയത്ത് ശിഷ്യന്മാർ സന്യാസിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഓടിയത്? അങ്ങൊന്ന് കൈ ഉയർത്തിയാൽ മതിയായിരുന്നല്ലോ, ആ കാള ഭസ്മമായി പോകുമായിരുന്നല്ലോ. അപ്പോൾ സന്യാസി പറയുന്നത്, കാളയെ എനിക്ക് ഭയം ഉണ്ടായിട്ടല്ല, കാളയുടെ പുറകിൽ അഹങ്കാരത്തിന് പിശാച് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വീണുപോകും. ചിലപ്പോഴൊക്കെ ശുശ്രൂഷകർക്ക് അബദ്ധം പറ്റും. ഞാൻ ഇങ്ങനെ പരമപ്രധാനമായ കാര്യങ്ങൾ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇന്നടുത്ത് പോയി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഞാൻ പോലും അറിയാതെ ഞാൻ എന്നിൽ അഭിമാനിക്കാൻ തുടങ്ങും. തന്നിൽ അഭിമാനിക്കുന്ന സ്വഭാവത്തിലേക്ക് വരും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ട് എന്നത് തികച്ചും വ്യർത്ഥമായൊരു കാര്യമാണ്. കഴിവുകളൊക്കെ നിലനിൽക്കുന്നത് പരസ്പര ബന്ധത്തിനകത്താണ്. ഒരാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഈ ലോകത്ത് മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് കഴിവായിട്ട് മാറുക. ഒരാൾക്ക് ഭയങ്കര ജ്ഞാനമാണ്, എല്ലാം അറിയാം, പക്ഷെ അയാൾ മിണ്ടുന്നില്ല, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അയാളുടെ അറിവ് ആർക്ക് ഉപകാരപ്പെടാനാണ്? അയാൾക്ക് അറിവുണ്ടെന്ന് ആർക്ക് മനസ്സിലാകാനാണ്? അയാളുടെ അറിവ് അയാൾ തന്നെ ഒടുങ്ങിപ്പോകും. അപ്പൊ നമുക്ക് ബന്ധങ്ങൾക്കകത്താണ് വാസ്തവത്തിൽ ഈ കഴിവും അറിവും ശേഷിയും ഒക്കെ അനുഭവപ്പെടുക. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളായി തീരുക. അപ്പൊ നമ്മൾ നമ്മളായി തീരുന്നത് നമ്മിൽ തന്നെയല്ലെന്നും കർത്താവിലാണെന്നും കർത്താവിലുള്ള നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാമായിരിക്കുന്നതെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പർട്ടിക്കുലാരിറ്റിയെ നിലനിർത്തുന്ന ഒരു യൂണിവേഴ്സാലിറ്റിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മിൽ തന്നെ കുടുങ്ങുന്ന അബദ്ധം സംഭവിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. അങ്ങനെ അനുഗമിക്കാൻ കഴിയണം. ധൂർത്തപുത്രന്റെ ഉപമയിൽ യഥാർത്ഥത്തിൽ സ്വത്തിന് അവകാശമുള്ള പുത്രനാണ് അയാൾ ഈ സ്വത്ത് കൈവശമാക്കുന്നത് തെറ്റായ കാര്യമല്ല. പിതാവിനോട് ചോദിച്ച് അവകാശം വാങ്ങിക്കുന്നു, എനിക്കുള്ളത് എൻ്റേത് ഞാൻ എന്നതിലേക്ക് ഒതുങ്ങാണ്. അങ്ങനെ ഈ സ്വത്ത് എന്ന് പറയുന്നത് ഒരു ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു വ്യവഹാരമാണെന്നത് മറന്നിട്ട് ഈ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ മേൽക്കോയ്മയ്ക്ക് കീഴെ വരേണ്ടതും എനിക്ക് മാത്രമുള്ളതുമായി പരിമിതപ്പെടുന്നു. അങ്ങനെ എൻ്റെ കഴിവോ അറിവോ സമ്പത്തോ എൻ്റേത് മാത്രമാണെന്ന് കരുതി ഞാൻ ചുരുക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ എന്നിൽ തന്നെ കുടുങ്ങുകയാണ് എന്ന പരമാർത്ഥം അറിയുന്നില്ല. ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും താല്പര്യങ്ങൾക്കനുസരിച്ചുമാണ് ലോകം എന്നതിലേക്ക് ഞാൻ വരുന്നു. അങ്ങനെ ലോകത്ത് ഞാൻ എന്നെ വിനിയോഗിക്കുന്നു. അങ്ങനെ വിനിയോഗിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നിഷ്ടത്തിലേക്ക് പോകുന്ന ഒരാൾ, അയാൾ വ്യഭിചരിക്കാൻ പോയെന്നോ അയാൾ തെറ്റ് ചെയ്തെന്നോ ഒക്കെ വ്യാഖ്യാനങ്ങൾ പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ അതിനൊന്നുമല്ല കാര്യം. അയാളുടെ ഒരു അവകാശം, ദൈവികമായ അവകാശം, ദൈവം നമുക്ക് തന്നിട്ടുള്ള അവകാശം, ആ അവകാശം മേടിച്ചുകൊണ്ട് അവനവൻ്റേത് മാത്രമായി കരുതുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് കരുതാതെ പോകുന്നു. ബന്ധങ്ങൾക്കകത്ത് നിലനിൽക്കുന്നതാണെന്ന് കരുതാതെ പോകുന്നു. അതുകൊണ്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് അയാൾ അത് വിനിയോഗിക്കുന്നു. ഈ സ്വേച്ഛയ്ക്കുള്ളതല്ല നമുക്കുള്ളതൊന്നും എന്നൊരു പരമാർത്ഥം കൂടി ഈ ധൂർത്തപുത്രന്റെ ഉപമയിലുണ്ട്. ഇത് അവനവന്റെ കഴിവിനും അറിവിനും അവനവന്റെ പരിമിതിക്കും അവന്റെ ഇഷ്ടത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ ഭൂമിയിൽ നൽകപ്പെട്ടതൊന്നും നമ്മുടെ ജീവിതവും
നമ്മെ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനാണ് ദൈവം തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നഷ്ടപ്പെടുന്നു. കാരണം ഞാൻ മറ്റുള്ളവർക്ക് എന്നെ കൊടുക്കുമ്പോഴാണ് പാരസ്പര്യ ബന്ധത്തിനകത്താണ് ജീവന്റെ സമൃദ്ധി ഉണ്ടാകുക. ഞാൻ എന്നെ തന്നെ മുറിച്ചു വിളമ്പുമ്പോൾ ഞാൻ ചെറുതായി മാറുകയല്ല ചെയ്യുന്നത്. യേശുക്രിസ്തു തന്നെ തന്നെ മുറിച്ചു വിളമ്പി ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അഖിലലോകത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ചെറുതായി പോവുകയല്ല ചെയ്യുന്നത്, സമസ്തത്തിലും എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ സമസ്തത്തിലും ഉടയവനായ എല്ലാറ്റിന്റെയും നാഥനായ ക്രിസ്തു എല്ലാവർക്കും എല്ലാമായി തീരുന്നതിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണം വഴി യേശു സർവത്തിന്റെയും മേൽ അധികാരമുള്ളവനായിട്ടും സർവത്തിലും വസിക്കുന്നവനായിട്ടും സർവത്തിന്റെയും സ്നേഹവും ഉടയവനുമായിട്ടും മാറുന്നു. നമുക്ക് സങ്കുചിതത്വമാണ് പലപ്പോഴും ഉള്ളത്. ഞാൻ എന്നിൽ തന്നെ ആയിരിക്കാൻ സ്വയം ചുരുങ്ങിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരേക്കാൾ വലുതായിട്ട് ഭാവിക്കുകയും ചെയ്യുന്നു. ഈ അഹങ്കാരം എന്ന തിന്മ നമ്മെ മൂടുന്നുണ്ടോ എന്ന് നാം ഗൗരവമായി പരിശോധിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയും, അഹങ്കാരം തുടങ്ങുമ്പോൾ ഒരുവൻ കർത്താവിൽ നിന്ന് അകലുന്നു, അവന്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നു. കർത്താവിനെ പരിത്യജിച്ച് കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണ്, സ്രഷ്ടാവിൽ നിന്ന് അകന്നു പോവുക. യഥാർത്ഥത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗ്യതയെ നിർണയിക്കുന്നതും ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെ സമൃദ്ധി ഒഴുക്കുന്നതും ദൈവമാണ്. സ്രഷ്ടാവായ ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭൂമി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സ്വേച്ഛയിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ സ്വേച്ഛയിൽ കുടുങ്ങിപ്പോകുന്ന ഒരാൾ കർത്താവിന്റെ ഇംഗിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ദൈവഹിതത്തെ സ്വീകരിക്കാത്തവനായിട്ട് മാറുന്നു, തന്റെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും കുടുങ്ങിപ്പോകുന്നു. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പ്രധാനപ്പെട്ടതാണെന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലും സ്വന്തം ഇഷ്ടം നിറവേറാനാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ എന്ന് പറയേണ്ട നമ്മൾ കർത്താവിന്റെ സന്നിധി ചെയ്തിട്ട് പറയുന്നത് എന്റെ ഇഷ്ടം ഇതാണ്, നീ ഇത് തരൂ എന്നാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണ്, അതുപോലെ ആയിത്തീരാൻ എന്നെ ബലപ്പെടുത്തൂ എന്ന് പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ ദൈവസന്നിധി പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ, എന്റെ ഇഷ്ടവും ആവശ്യവും ഇതാണ്, നീ എനിക്കിത് തരൂ. എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്കെന്താണ് ഉപകാരപ്പെടുകയെന്ന് അറിയില്ല, നാളെ എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ ജീവിതം എന്താണെന്നേ എനിക്കറിയില്ല, ഞാൻ വന്നതും പോകുന്നതും എനിക്ക് അറിവുള്ള കാര്യമല്ല, എന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല. അങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും അനിശ്ചിതത്വത്തിലും ദൈവത്തിന്റെ കയ്യിലുമാണെന്നിരിക്കെ ഞാൻ എന്റേതല്ലെന്ന ബോധം നിലനിർത്താൻ എനിക്ക് കഴിയാതെ പോകുന്നു. ഞാൻ ദൈവത്തിന്റെ ഉടമാവകാശം ഏറ്റുപറയാതെ പോകുന്നു. അങ്ങനെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് അകലുന്നുണ്ട്. സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും വാസ്തവത്തിൽ വിശ്വാസികളാണെന്ന് കരുതുകയും അതേസമയം തന്നെ ദൈവത്തെ പരിത്യജിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള അവകാശത്തെ പരിത്യജിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. അങ്ങനെ ദൈവം നമ്മിൽ അകലുകയല്ല, ദൈവത്തെ നമ്മിൽ നാം തള്ളിമാറ്റുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തള്ളിമാറ്റുകയാണ്. ജീവിത വഴിയിൽ നീ വേണ്ട, എന്റെ വഴിയാണ് എനിക്ക് പ്രധാനം എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അയാളിൽ തന്നെ കുടുങ്ങുന്നു. അത് ദൈവത്തിൽ നിന്നുള്ള അകലമാണ്, കർത്താവിൽ നിന്നുള്ള അകലമാണ് എന്ന കാര്യം അറിയാതെ പോവുകയും ചെയ്യുന്നു. സ്വാഭാവികമായി നമ്മൾ വിചാരിക്കും അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് അഹങ്കാരമില്ല, ഞാൻ എളിമയുള്ള മനുഷ്യനാണ്, നമുക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതേസമയം തന്നെ നമുക്ക് അഹങ്കാരമുണ്ട്. ഒരാൾക്ക് നിഷേധിക്കാവുന്ന കാര്യമല്ല, എനിക്കും നിങ്ങൾക്കും അഹങ്കാരമുണ്ട്. അത് മനുഷ്യത്വത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ അഹങ്കാരം എന്നത് നമ്മൾ തിരിച്ചറിയണം, ഞാൻ എന്ന ബോധത്തെ തിരിച്ചറിയണം. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-22 തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുഷ്ടത, ദുരാഗ്രഹം, വഞ്ചന, ഭോഗാസക്തി, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നീ തിന്മകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു. മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അഹങ്കാരം. അഹങ്കാരമാണ് ബാക്കിയുള്ളതിലേക്കെല്ലാം നമ്മെ നയിക്കുന്നത്, തന്നിഷ്ടങ്ങളിലേക്ക് നയിക്കുന്നത്, സ്വയം നീതീകരണത്തിലേക്ക് നയിക്കുന്നത്, ആത്മപ്രശംസയിലേക്ക് നയിക്കുന്നത്, അപരത്വ നിഷേധത്തിലേക്ക് നയിക്കുന്നത്. എന്തിന്? അസൂയ ഉണ്ടാകുന്ന പോലും അതുകൊണ്ടാണ്. എനിക്ക് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. നമ്മളെ തിരിച്ചറിയുന്നില്ല. എനിക്ക് അസൂയ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഞാനാണ് ഏറ്റവും പ്രധാനം, ഞാനാണ് ഏറ്റവും വലുത്, എനിക്കാണ് എല്ലാം ന്യായമായിട്ട് കിട്ടേണ്ടത്, ഞാനാണ് നീതിമാൻ എന്ന് കരുതുമ്പോഴാണ് അവരിനുണ്ടാകുന്നൊരു നന്മ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. എനിക്കില്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാൾ എന്നെക്കാൾ വലുതായിട്ട് തോന്നുന്നു, എൻ്റെ അഹങ്കാരം വ്രണപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അയാൾക്കെതിരായിട്ട് മാറുന്നു. നമ്മൾ ഈഗോ ക്ലാഷ് എന്നൊക്കെ സാധാരണ പറയില്ലേ, അവിടെയൊക്കെ ഞാനാണ് പരമപ്രധാനം. ഞാൻ എന്നെ തിരിച്ചറിയുന്നില്ല. എന്റെ നിലനിൽപ്പ് അപരത്വത്തിലാണെന്ന കാര്യം, 2 തരത്തിലാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയുക. ഒന്ന്, നാം ദൈവത്തിലാണ്, രണ്ടാമത് അപരത്വത്തിലാണ്. ദൈവത്തിലും അപരത്തിലും നിലനിൽക്കുന്നവരാണ് നമ്മൾ. ആ ഒരു ദൂരത്തിലാണ് നമ്മുടെ ജീവിതം. അത് തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് അപരത്വ നിഷേധം എന്ന് പറയുന്നതും വാസ്തവത്തിൽ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട്
അസൂയ ഉണ്ടാകുന്നതും അപരത്വക്ഷത ഉണ്ടാകുന്നതും വിദ്വേഷം ഉണ്ടാകുന്നതും വെറുപ്പുണ്ടാകുന്നതും മറ്റുള്ളവർ ശത്രുക്കളായി പരിഗണിക്കുന്നതും എല്ലാം നമ്മിൽ അഹങ്കാരം പ്രബലപ്പെടുമ്പോഴാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകും. നമ്മുടെ അകത്ത് അഹങ്കാരമുണ്ട്. ഈ ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കേണ്ടതാണ്. ഇതൊരു തിന്മയാണ്, നമ്മുടെ അകത്തുള്ളതാണ്. ഈ അഹങ്കാരം പലപ്പോഴും നമ്മെ വീഴ്ത്തും. മാലാഖമാർ പോലും വീണുപോയത് അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. തന്നിൽ താനെന്ന ബോധം, ഞാനാണ് പരമപ്രധാന ബോധം, ഞാൻ ഇന്ന ആളല്ലേ, ഞാൻ ഇങ്ങനെയാണ് എന്ന ബോധം നമുക്കുണ്ട്. രണ്ടാമത്, തന്നിൽ അഭിമാനിക്കുന്നവരാണ്. നമ്മുടെ കഴിവുകളിലും നമ്മുടെ വിജയങ്ങളിലും ഒക്കെ അഭിമാനബോധം നമുക്കുണ്ടാവും. ഓരോ പ്രവൃത്തിയിലും വിജയിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മെ മാനിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിലാണ് നാം എന്ന കാര്യമാണ്. ദൈവമുള്ളത് കൊണ്ടാണ്, അവനിലാണ്. അതുകൊണ്ട് ദൈവകൃപയാലാണ്. നമ്മളെ ആരെങ്കിലും മാനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മോടുള്ള സ്നേഹം കൊണ്ട്, നമ്മുടെ മാന്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. നമ്മെ ഒരു ജോലിയിൽ നിയോഗിച്ച ദൈവം ആ ജോലിയിൽ മഹത്വപ്പെടാണ്. കഴിവ് പ്രകാശിക്കുന്നത് ദൈവത്തിൻ്റെയാണ്, നമ്മുടെ കഴിവല്ല. ഒരു ശ്വാസത്തിന് പോലും നിലനിൽപ്പില്ലാത്ത നമ്മുടെ കഴിവ് പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കഴിവാണെങ്കിൽ പ്രകാശിക്കുന്നതെങ്കിൽ അത് അതോട് തീർന്നു പോകും. പക്ഷെ ദൈവത്തിന്റെ കഴിവാണ്. ഓരോ മനുഷ്യനിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനിലൂടെയും ദൈവം നന്മ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ മോശപ്പെട്ടവരായി കരുതുന്നവരിൽ കൂടിയും ദൈവം നന്മ പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളുടെ ഉടമാവകാശം നമുക്കില്ലെന്നും നമ്മുടെ അറിവിന്റെയും കഴിവിന്റെയും ഉടമ നമ്മളല്ലെന്നും അത് ദൈവമാണെന്ന് തിരിച്ചറിയാനും ദൈവമാണ് യഥാർത്ഥത്തിൽ മഹത്വപ്പെടുന്നത്, നമ്മൾ നിസാരരാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ പറ്റുന്നത്. നിന്റെ വാക്കിന് നിറവേറട്ടെ. ദൈവമാണ് ഉദരത്തിൽ വന്ന് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് താൻ മഹിമയുള്ള ആളായിട്ടല്ല, ദൈവമഹത്വം തന്നിൽ വെളിപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് താൻ അടിമയായിട്ട് മാറുന്നു. ദൈവം ഒരാളിൽ എത്രത്തോളം കഴിവുകൾ നൽകുന്നുവോ, എത്രത്തോളം അയാളോട് പ്രവർത്തിക്കുന്നുവോ, അത്രത്തോളം നമ്മൾ നമ്മുടെ നിസ്സാരത തിരിച്ചറിയുകയാണ്. ദൈവത്തിന്റെ കഴിവും സ്നേഹമാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ അറിവാണ് പ്രവർത്തിക്കുന്നത്. നാം ഇതിൽ നിസ്സാരരാണ്. ഈ തന്നിൽ തന്നെയുള്ള അഭിമാനം പലപ്പോഴും വിശ്വാസത്തിൽ നമ്മൾ വ്യതിചലിപ്പിക്കും. യോഹന്നാൻ സുവിശേഷം 5:44 പറയുന്നുണ്ടല്ലോ, പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏകദൈവത്തിൽ നിന്നൊരു മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വിശ്വാസത്തിൽ നിന്ന് വീണു പോകും. ഞാനാണ് പരമപ്രധാനം, എനിക്കറിയാം, എൻ്റെ കഴിവിലാണ് എന്ന ബോധ്യം വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകും, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ഇനി തന്നിൽ ആശ്രയം, ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഇങ്ങനെയൊക്കെ ചെയ്യും, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും എന്നൊക്കെ പറയുന്ന തന്നിൽ തന്നെ ആശ്രയബോധമുള്ള മനുഷ്യരുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്നാണ് വീണു പോകുന്നത്. എൻ്റെ കഴിവിനാലാണ്, എൻ്റെ ശക്തിയാലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് ആശ്രയിക്കുന്നവർ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, തങ്ങൾക്കുള്ളവയിൽ ആശ്രയിക്കുന്നവർ, തന്നിൽ തന്നെ ആശ്രയിക്കുന്നവർ. ഈ തന്നിൽ തന്നെ ആശ്രയിക്കുന്നതിന്റെ ലക്ഷണം നമുക്ക് സാധാരണ എല്ലാ മനുഷ്യരിലും കാണാൻ പറ്റും. അത് ആകുലതയാണ്. നാളെ എന്ത് ചെയ്യുമെന്ന ഒരു സങ്കടം വരില്ല എല്ലാവർക്കും. വ്യാകുലം ഹൃദയത്തിനകത്ത്, ആകുല ചിന്തകൾ നിരന്തരം വേട്ടയാടും. പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം വേട്ടയാടും ആകുല ചിന്തകൾ. അതൊക്കെ പ്രാർത്ഥനയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആകുലത വാസ്തവത്തിൽ നമ്മൾ വ്യർത്ഥതയാണെന്ന് തിരിച്ചറിയണം. ഈ ആകുലത എന്തിനെ കുറിച്ചാണ്? എൻ്റെ കഴിവിനെക്കുറിച്ചും എൻ്റെ ചിന്തകളെക്കുറിച്ചുമാണ്. എൻ്റെ ചിന്തകളിലും എൻ്റെ കഴിവിലും ഞാൻ കെട്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ആകുലത. തന്നിൽ തന്നെ ആശ്രയിക്കുന്നവനാണ്. എൻ്റെ കർത്താവ് തക്ക സമയത്ത് ഇടപെടും എന്നൊരു ബോധ്യമുണ്ടാകുകയും എന്നെ ഏൽപ്പിച്ച ജോലി എൻ്റെ കഴിവിനൊത്ത് ചെയ്യാനുള്ള പരമാവധി ശ്രമത്തിൽ ഏർപ്പെടുമെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുകയും ചെയ്യാണ് വേണ്ടത്. ഒന്നും ചെയ്യാതിരിക്കുകയല്ല. നാളെ ഭക്ഷണം വേണമെങ്കിൽ ഇന്നത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. പക്ഷെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് എൻ്റെ കഴിവിനാലാണ് എന്നല്ല. അതുകൊണ്ട് ആകുലപ്പെടുകയല്ല വേണ്ടത്. നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയില്ല. ഉത്തരനാകുന്ന പല്ലിയെ പോലെ നമ്മൾ ആയിത്തീരരുത്. ഞാനില്ലെങ്കിൽ പ്രളയം, എനിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. തന്നിൽ തന്നെ ആശ്രയിക്കരുത്. പരമാശ്രയം ദൈവത്തെ വെക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ജീവിതത്തിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കും സാധ്യമല്ലെങ്കിൽ അല്പവിശ്വാസികളെ നാളെയെക്കുറിച്ച് എന്തിന് നിങ്ങൾ ആകുലരാകുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 12:25 വചനം നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ ആയുസിന്റെ ഒരു മുഴം നീട്ടാൻ നമുക്ക് സാധ്യമല്ല. ഒരു ശ്വാസം എടുക്കണോ വേണ്ടേ നിശ്ചയിക്കുന്നത് നമ്മളല്ല. അപ്പോ അവനിൽ ആശ്രയിക്കുക എന്നാണ് പരമപ്രധാനം. തന്നിൽ തന്നെ ആശ്രയിക്കുന്നവരാകരുത്, ആകുലതയുള്ളവരായിട്ട് മാറരുത്. മൂന്നാമത്, സ്വയം നീതീകരിക്കുന്നവർ. അവനവന്റെ ഭാഗം നീതീകരിക്കാൻ വേണ്ടി എപ്പോഴും നീതീകരിച്ചു കൊണ്ടേയിരിക്കുന്നവർ. ഈ നീതീകരണം എപ്പോഴും അവനവനെ സേഫാക്കാൻ വേണ്ടിയാണ്. ഞാനെന്ന് ബോധം നമ്മിൽ വളരുന്നുകൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. അതൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പാപത്തിലേക്ക് നമ്മെ വീഴ്ത്തുന്ന കാര്യങ്ങളാണ്. അഹങ്കാരം എങ്ങനെയാണ് തിന്മയ്ക്ക് കാരണമായിട്ട് മാറുന്നത്? ഒന്നാമത്, ദൈവത്തിന്റെ കർത്തൃത്വത്തെ അത് നിഷേധിക്കും.
പരമജ്ഞാനിയായ ദൈവത്തിന്റെ അറിവിനേക്കാൾ അറിവുള്ളവരാണ് നമ്മൾ ധരിക്കും. അങ്ങനെ തന്നിഷ്ടങ്ങളിൽ കുടുങ്ങാനിടയാകും. ഞാനെന്ന ബോധം ദൈവവുമായിട്ട് അകറ്റുമ്പോൾ നിശ്ചയമായിട്ടും ദൈവാശ്രയ ബോധത്തിൽ നകലും. അങ്ങനെ ദൈവാശ്രയ ബോധത്തിൽ നകന്ന് നിരാശയിലേക്ക് വധിക്കാനിടയാവും. സങ്കീർത്തനം 49:6 പറയും, അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. നമ്മൾ വളരെ എളിമയുള്ളവരെയൊക്കെ കാണുന്ന ആളുകളുണ്ട്. പക്ഷേ ജീവിതത്തിൽ അവനവന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നു. സമ്പത്താണ് ബലം നൽകുന്നു വിചാരിക്കുന്നു. സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നൊരു വഴിയാണത്. അവനവന്റെ കയ്യിലുള്ളവയിൽ അഹങ്കരിച്ച് ജീവിക്കുന്നവർ. ഇത് എന്റേത് മാത്രമല്ലെന്നോ അവരിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്നും മനസ്സിലായില്ല. എന്റെ കയ്യിലുള്ള സമ്പത്ത് എന്റേതല്ലെന്നും അത് അവരിന് വേണ്ടി പങ്കുവെക്കാനായി ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. അതിൽ അറിവ് കുറവുണ്ട്. ഇനി അതറിഞ്ഞാലും കൊടുക്കാതിരിക്കുന്നു. നിനക്കുള്ളതൊന്നും നിന്റേതല്ലെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദൈവദാനമാണെന്നും നീ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് അവരൻ പട്ടണം എടുക്കുമ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് വേവലാതിയില്ല. എന്റെ കയ്യിലുണ്ടല്ലോ സമൃദ്ധിയായിട്ട്, നാളേക്കുള്ള വകയുണ്ടല്ലോ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഭോഷനായിട്ട് ധനികനെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ടല്ലോ. ആത്മാവിനോട് പറയാണ്, തിന്നു കുടിച്ച് ആനന്ദിക്കുക, ദീർഘകാലത്തേക്കുള്ളത് ഞാൻ നിനക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. നാളെ നിന്റെ ആത്മാവിനെ തിരികെ വിളിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ക്ഷണികമായ ജീവിതത്തിന് വേണ്ടി ദൈവം കയ്യിലേൽപ്പിക്കുന്നവയാണ്. അവ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി വിനിയോഗം ചെയ്യാൻ കഴിയാതെ പോകുന്നിടത്തൊക്കെ തന്നിൽ തന്നെ വീണുപോകും. അഹങ്കാരമാണത്. അഹങ്കാരം നമ്മെ വീഴ്ത്തും, ദൈവസന്നിധിയിൽ നിന്ന് അകറ്റും, പാപകരമായ ലോകത്തേക്ക് നയിക്കും. അങ്ങനെ എനിക്കുള്ളവ വേലി കെട്ടി ഞാൻ എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത്, എൻ്റെ ജീവിതം എന്നൊക്കെ പരിമിതി വെച്ച് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒഴുകാനുള്ള ശേഷി നഷ്ടപ്പെടും. അപരോന്മുഖമല്ലാത്ത ജീവിതത്തിന് ദൈവോന്മുഖമാകാൻ സാധ്യമല്ല. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതത്തിന്റെ പ്രവൃത്തികളെന്ന് തിരിച്ചറിയാത്ത ഒരുവനും ജീവിതം അനുഭവിക്കാനും ആസ്വദിക്കാനും സാധ്യമല്ല. അത് തന്നിൽ തന്നെ കുടുങ്ങിപ്പോകും. സുഭാഷിതങ്ങൾ 27 എന്ന് പറയും, നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട, ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. എത്ര എളിമയോടെയും വിനീതത്വത്തോടെയാണ് ദൈവത്തിന്റെ സന്നിധി നിൽക്കേണ്ടത്. അടുത്ത നിമിഷം എന്താണെന്നറിയില്ല. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നറിയില്ല. നാളെ കാണാമെന്നൊക്കെ ആളോട് പറയും. ഒരു കണക്കിൽ എത്ര അബദ്ധമാണ് പറയുന്നത്. നാളെ കാണാം, എന്തുറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. അടുത്ത നിമിഷം ഒരുപക്ഷെ ഈ വീഡിയോ പൂർത്തിയാക്കി നിങ്ങളെ കാണിക്കാൻ എനിക്ക് കഴിയണമെന്നില്ല. അത്രത്തോളം നിസ്സാരരായ, അടുത്ത നിമിഷം എന്ത് പറയുമെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും നിസ്സാരരായ, ക്ഷണികമായി മൂളൽ മഞ്ഞ് പോലെ മഞ്ഞു പോകാവുന്ന നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം ആയിരിക്കുന്ന ആ വർത്തമാനത്തിനകത്ത് മാത്രം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ആ സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ്, നാളെക്കുറിച്ച് അഹങ്കരിക്കുകയാണ്, നാളെ നമ്മൾ ഇങ്ങനെയായിത്തീരും. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കത് കാണാം. യാക്കോബ് 4:13 പറയില്ലേ, നാളെ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ഇന്നതൊക്കെ സമ്പാദിക്കാമെന്ന് ഹൃദയത്തിൽ അഹങ്കരിക്കരുത്. നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അടുത്ത നിമിഷം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഇങ്ങനെയായിത്തീരും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ പദ്ധതികൾ തയ്യാറാക്കേണ്ട, ജീവിക്കാൻ മാർഗരേഖ വേണ്ടേ, ഒക്കെ വേണ്ടതാണ്. പക്ഷെ നാളെയെ സംബന്ധിച്ച നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അത് ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അതുകൊണ്ട് പദ്ധതികൾ ഇടേണ്ടത് ആരാണ്? അത് ദൈവമാണ്. ദാവീദ് ഊറിയായെ ചതിച്ചു കൊന്ന് ഭാര്യയെ തട്ടിയെടുത്ത ആളാണ്. ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. പക്ഷേ ദൈവം ദാവീദിനോട് ക്ഷമിക്കാതെ പോയൊരു സമയമുണ്ട്. അതെപ്പോഴാണ്? ദാവീദ് തന്റെ അനുചരന്മാരുടെ സംഖ്യ എടുത്തു, ജനസംഖ്യ എടുത്തു. ജനസംഖ്യ കണക്കാന്ന് എടുക്കുന്നത് യുദ്ധത്തിന് പോകാൻ പാകമായ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. 16-നും 60-നും ഇടയ്ക്കുള്ള പുരുഷന്മാരുടെ അംഗസംഖ്യ എടുക്കുക. കാരണം കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ എത്ര പേരുണ്ടാവും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവമാണ് യുദ്ധങ്ങളിൽ ദാവീദിന് വിജയം കൊടുത്തത്. ഫിലിസ്തീനെ തോൽപ്പിച്ചത്, ഗോലിയാത്തിനെ തോൽപ്പിച്ചത് ദാവീദിന്റെ കഴിവല്ല. യുദ്ധങ്ങളിലൊക്കെ വിജയം നൽകിയത് ദാവീദിന്റെ കഴിവല്ല. പക്ഷെ ദാവീദ് ക്രമേണ തന്റെ കഴിവിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഇനി ഈ അംഗസംഖ്യ എണ്ണി നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ രാജ്യം നിലനിൽക്കില്ല. നീ ഇപ്പൊ ആശ്രയിക്കുന്നത് ദൈവത്തിലല്ല. നാം എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നതിന് നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ കഴിവിനാലല്ല. ആ പ്രവൃത്തി വിജയിക്കുന്നത് നമ്മുടെ കഴിവിനാലല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിൽ ഏൽപ്പിക്കുകയും ദൈവം കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം പറയും, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആരുടെ സന്നിധിയിലാണ് എളിമ വേണ്ടത്? ദൈവസന്നിധിയിൽ എളിമ വേണം. അഹങ്കാരം ഉണ്ടെന്ന് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല.
എളിമയുണ്ടോ എന്ന് പരിശോധിക്കുക. ആരുടെ സന്നിധിയിൽ എളിമ വേണ്ടത്? ദൈവസന്നിധിയിലാണ്, മനുഷ്യരോടല്ല വേണ്ടത്. മനുഷ്യരെ ബഹുമാനിക്കുന്നു, മനുഷ്യ മുമ്പിൽ താണു വണങ്ങുന്നു എന്നൊക്കെ ഉള്ളത് തട്ടിപ്പാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അഹങ്കാരം ഇല്ലാതാവേണ്ടത് ദൈവസന്നിധിയിലാണ്, എളിമ ഉണ്ടാകേണ്ടത് ദൈവസന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ പറ്റണം. ലൂക്ക 18:14 പറയും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ദൈവസന്നിധി എങ്ങനെയാ? ദൈവസന്നിധിയിൽ താഴ്മയോടെയാണ് നിൽക്കുന്നത്. വളരെ താഴ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്. മുട്ടിലെഴയുന്നുണ്ട്, മുട്ടുകുത്തുന്നുണ്ട്, കമന്ന് കിടക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൃദയം എങ്ങനെയാ? ദൈവമേ നീ എന്ത് തന്നാലും, നീ എങ്ങനെ എന്നെ, ദൈവമേ നീ എനിക്ക് എന്ത് തന്നാലും, അത് കയ്പുള്ളതായാലും മധുരമുള്ളതായാലും ജീവിതത്തിൽ എന്തനുഭവം തന്നാലും എല്ലാം നിന്റെ ഇഷ്ടമാണ്, നിന്റെ ദാസനാണ്, നിന്റെ അടിമയാണ് എന്ന ഭാവത്തോടെയാണോ? അല്ല. നമ്മുടെ പദ്ധതികളും പ്ലാനുകളും നിറവേറ്റിയെടുക്കാൻ വേണ്ടി മുട്ടുകുത്തിയും മുട്ടിലിഴഞ്ഞും കമഴ്ന്നു കിടന്നും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ അവിടെയൊക്കെ കർത്താവായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. എൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള എക്സിക്യൂട്ടീവിനാണ് എനിക്ക് ആവശ്യം. നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പരാതി പറയുന്നവനാണ്. ദൈവം എനിക്ക് നൽകുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പരാതിയും എതിർപ്പുള്ളവനാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എളിമയുള്ളവനാണെന്ന്. കരം കുപ്പി പിടിക്കുന്നതല്ല എളിമ. എളിമെന്ന ഹൃദയഭാവമാണ്. ഹൃദയഭാവം ഉണ്ടാവുമെങ്കിൽ ദൈവം ജീവിതത്തിൽ തന്നിട്ടുള്ള ഒരവസ്ഥയോടും എതിർപ്പ് പ്രകടിപ്പിക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് ജീവിതത്തെ സ്വീകരിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നില്ല. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 51-ാം തിരുവചനത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ പറയും, ദൈവം ആരെയാണ് ചിതറിക്കുന്നത്? അഹങ്കാരികളെ ചിതറിക്കും. ഹൃദയവിചാരങ്ങൾ നോക്കിയിട്ടാണ്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നവനാണ് ദൈവം. അപ്പൊ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നുണ്ടോ? യഥാർത്ഥ എളിമയുണ്ടെങ്കിൽ ഈ ലോക ജീവിതം നമുക്ക് വെച്ച് കിട്ടുന്ന ഒന്നിനോടും എതിർപ്പില്ലാതെ, മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ എതിർക്കാതെ, എളിമുണ്ടെന്ന് അറിയാൻ പറ്റിയ കാര്യം അങ്ങനെയാണ്. നിങ്ങളുടെ കുറ്റം ആരെങ്കിലും പറയുമ്പോൾ എന്താ തോന്നുക? കുറ്റം പറയുമ്പോൾ വിഷമിക്കാതിരിക്കുക, അതാണ് എളിമ. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. നിങ്ങൾ ചെയ്യാത്ത കാര്യം പറയുമ്പോഴും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക, ഹൃദയത്തിൽ വിഷമിക്കാതിരിക്കുക, അവനോട് എതിർപ്പ് തോന്നാതിരിക്കുക. അങ്ങനെയാണോ? അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. നമ്മൾ സ്വയം നീതീകരിക്കുന്നവരും എതിർക്കുന്നവരും പ്രതിരോധിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമായിട്ട് മാറിപ്പോകുന്നു. അവിടെയൊക്കെ പറയുന്നത് നമ്മുടെ അഹങ്കാരമാണ്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നു. അങ്ങനെയാണോ നമ്മളുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. എളിമയുള്ളവരാണോ? എളിമ ദൈവസന്നിധിയിലാണ് വേണ്ടത്, മനുഷ്യരുടെ മുമ്പിലല്ല. വെളിപാടിന്റെ പുസ്തകം 3:17 പറയും, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട് എന്ന് നീ പറയുന്നു, എന്നാൽ നീ നികൃഷ്ടനും ദരിദ്രനും നഗ്നനും. എങ്ങനെ ദൈവം നമ്മെ കാണുന്നത്? ദൈവം നമ്മെ കാണുന്ന പരിപൂർണതയില്ല. നമ്മുടെ കുറവുകളും പോരായ്മകളും ഒക്കെ തിരിച്ചറിയേണ്ട ദൈവം നമ്മളെ കാണുന്നത്. ആ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ കുറവുകളും പരിമിതികളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മൾ നിസ്സാരരാണെന്ന കാര്യം നമുക്ക് തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റണം. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. എന്റെ കുറവുകളും അയോഗ്യതകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ പറ്റണം. അവിടെയാണ് എളിമ. മനുഷ്യരുടെ മുമ്പിൽ കൈകുപ്പി കാണിക്കുന്നതോ ആളുകളെ കാണുമ്പോൾ കുമ്പിട്ട് കാണിക്കുന്നതോ എളിമയില്ല. അതെല്ലാം തട്ടിപ്പാണ്. ബാഹ്യമായ എളിമയല്ല ആവശ്യം, ആന്തരികമായൊരു നിലപാട് എളിമയുടേതായിട്ടുണ്ടാവണം. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ നിസ്സാരതയെ വെളിപ്പെടുത്തുന്നവയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിതം നടക്കുന്നത്, നമ്മുടെ പ്രതീക്ഷകൾ നിറവേറുന്നില്ല, ശരീരം എപ്പോഴും ദുർബലമാണ്, ജീവിത ചുറ്റുപാടുകൾ അസഹ്യമാംവിധം പ്രതികൂലങ്ങൾ ഉയർത്തുന്നു, മറ്റുള്ളവർ അപമാനിക്കുന്നു. നിരന്തരമായ പ്രശ്നങ്ങളുടെ നടുവിൽ നാം തിരിച്ചറിയേണ്ടത് നാം ഇങ്ങനെ കുറവുകളും പോരായ്മകളും പരിമിതികളും ഉള്ളവരാണെന്നും നമ്മുടെ പൂർണ്ണത ദൈവത്തിലാണെന്നും അവിടെ ക്രിസ്തുവിലാണ് പരിപൂർണത എന്ന ബോധ്യത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റണം. എപ്പോഴാണ് നമുക്കിത് ബോധ്യമാകുക? പണമുള്ളപ്പോൾ നമുക്ക് ഈ ബോധ്യം ഉണ്ടാവുമോ? ആരോഗ്യമുള്ളപ്പോൾ ഈ ബോധ്യം ഉണ്ടാവുമോ? ജീവിതത്തിന്റെ സുഭഗതയിൽ നാം തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണത്. അതുകൊണ്ടാണ് എല്ലാം തകരുന്നൊരു സമയത്ത് ഈ ധൂർത്തപുത്രന് സുബോധമുണ്ടായി. അവൻ പന്നിത്തൊഴുത്തിലായിരുന്നു. അവിടെ പന്നികൾക്കുള്ള ഭക്ഷണം പോലും അവന് ലഭിച്ചിരുന്നില്ല. അത്തരത്തിൽ ജീവിതം പരിമിതപ്പെട്ടു പോകുന്നൊരു യാഥാർത്ഥ്യത്തിനകത്ത് നിന്നാണ് അവന് സുബോധമുണ്ടാകുന്നത്. അതിനർത്ഥം എന്താണ്? നമ്മുടെ കഴിവിൽ നാം ആശ്രയിക്കുമ്പോഴും നാം അവകാശപ്പെട്ടതെന്ന് കരുതി കിട്ടുന്ന പ്രിവിലേജുകൾ, ലോകത്തുള്ള പ്രിവിലേജുകളൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോഴും നമുക്ക് തിരിച്ചറിവുണ്ടാകില്ല. ഈ തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് എന്നാണ് വചനം പറയുന്നത്. നമുക്ക് വ്യയം ചെയ്യാനായ ഒരു ജീവിതം തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണ് ആ ജീവിതം. അത് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതല്ല എന്നറിയണം. ദൈവം പറഞ്ഞതുപോലെ അവരന് വേണ്ടി സ്വയം സമർപ്പിച്ചും
മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചിന്തിയും. ഈ ലോകത്ത് ദൈവസ്നേഹം വെളിപ്പെടുത്താനായിട്ടാണ് ഞാൻ അയക്കപ്പെടുന്നത്. ദൈവിക വൃത്തിയാണ്, പിതാവിന്റെ ഇഷ്ടമാണ് നമ്മിലൂടെ നിറവേറേണ്ടത്. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവനാകാനാണ് വിളി. നമ്മുടെ ഇഷ്ടത്തിന് വ്യയം ചെയ്യാനുള്ളതല്ല. നമുക്ക് ശരീരമുണ്ട്, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല. സഹിക്കാനും അവരിന് മുറിച്ചു കൊടുക്കാനും നമുക്ക് ശേഷി ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ശരീരം അതിന്റെ ധർമ്മം നിറവേറ്റൂ. നമ്മുടെ സുഖാവസ്ഥയിലല്ല നമുക്ക് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടും അനേകരെ സൗഖ്യപ്പെടുത്തിയ ഭർമ്മദീത്ത. എത്രയോ പേരാണ് സുഖപ്പെട്ടു പോകുന്നത്, ഭർമ്മദീത്ത അറിയുന്നില്ല. ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിച്ച അനേകർ വിശുദ്ധാത്മാക്കൾ ജീവിത സഹനങ്ങളുടെ കാഠിന്യത്തിനകത്തും ദൈവസ്നേഹത്തിന്റെ മാധുര്യം വിളമ്പുന്നവരായിട്ട് മാറി. അപ്പൊ അവരിന് വേണ്ടിയാണ് ജീവിതമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടേതാണെന്ന് ഓർത്ത് വ്യയം ചെയ്യാനുള്ളതല്ല. എന്റെ ശരീരം എന്റെ ഇഷ്ടത്തിന് സുഖിക്കാനുള്ളൊരു സ്ഥലമല്ല. ഈ ശരീരം എന്ന കൂടാരം മറ്റുള്ളവർക്ക് ഇടമായി മാറേണ്ടതാണ്, തണലായി മാറേണ്ടതാണ്, ഭക്ഷണമായി മാറേണ്ടതാണ്. അങ്ങനെ എൻ്റെ അധ്വാനം വഴിയും സഹനം വഴിയും അവരിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിളമ്പി ദൈവത്തിന്റെ മുൻപിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിത ദൗത്യമെന്ന ബോധ്യം എനിക്കുണ്ടാകണം. അതുകൊണ്ട് എനിക്ക് ലഭിച്ചുള്ള പ്രിവിലേജുകൾ, അവകാശങ്ങൾ, എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് പ്രായമായി, എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഞാൻ അധ്വാനിക്കുന്നു, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഇതൊക്കെ എൻ്റെതാണെന്ന് ഞാൻ കരുതി വ്യയം ചെയ്യുമ്പോൾ ഇതെല്ലാം പരിമിതപ്പെട്ടു പോകുന്നൊരു ജീവിതാവസ്ഥയിൽ നാം എത്തിച്ചേരും. ഇതൊക്കെ വ്യർത്ഥമാണെന്നറിയുന്നൊരു സമയം സുബോധമുണ്ടായി. ധൂർത്തപുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ നടന്നു. മാനസാന്തരത്തിന്റെ വഴിയാണ്. ഇതാണ് രക്ഷയുടെ ദിവസം, ഇതാണ് സ്വീകാര്യമായ സമയം. തിരികെ നടക്കാം. തിരികെ നടന്നാൽ ദൈവമേ നിന്റെ ഇഷ്ടം എന്താണ്, ഇതാ ഞാൻ എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ, ദൈവം പറയുന്നത് പോലെ അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാല് ചെയ്തിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ച ബന്ധങ്ങൾക്കകത്ത് നാം നമ്മെ തന്നെ വ്യയം ചെയ്യുന്നതിലൂടെയാണ് ദൈവരാജ്യ അനുഭവത്തിൽ നാം എത്തിച്ചേരുക എന്ന ബോധ്യത്തിലേക്ക് എത്തിയാൽ നിശ്ചയമായിട്ടും നാം നമ്മിൽ നിന്ന് പുറത്തു കിടക്കും, അഹന്തയിൽ നിന്ന് പുറത്തു കിടക്കും. അഹങ്കാരം നമ്മെ ഭരിക്കില്ല. എത്ര നിസ്സാരരാണ്. അടുത്ത നിമിഷം നമ്മുടേതല്ല. ജീവിതത്തിന് മുമ്പിൽ ഒരു മരണം എപ്പോഴും യാഥാർത്ഥ്യമായിട്ടുണ്ട്. മരണം ഭീതിതമാകേണ്ട ഒരു കാര്യമല്ല. മരണം ഒരു കടന്നുപോകലിന്റെ കവാടമാണ്. യേശുവിലേക്കാണ് നമ്മുടെ യാത്ര എന്ന ബോധ്യം ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ജീവിതം നിസ്സാരമായ കാലഘട്ടം, നൈമിഷികമായ അനുഭവങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി വിളിക്കപ്പെട്ട നമുക്ക് സ്വന്തമായുള്ളതല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. ഈ ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനും നിങ്ങളും പലപ്പോഴും നമ്മിൽ തന്നെ കുടുങ്ങിപ്പോകുന്നവരാണ്, അഹങ്കരിച്ചു പോകുന്നവരാണ്. ധൂർത്തപുത്രന്റെ മനസ്സിലേക്ക് എത്തിച്ചേരാൻ ആത്മാവിന്റെ വലിയ കൃപ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവാത്മാവ് നമ്മിൽ നിറയപ്പെട്ടിരിക്കുന്നു, വിശുദ്ധീകരണത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് നിരന്തരം വിശുദ്ധീകരണത്തിലേക്കും ശക്തീകരണത്തിലേക്കും നമ്മെ നയിക്കട്ടെ. അങ്ങനെ അവനവനെ തന്നെ മറികടന്ന് ദൈവത്തെ പ്രതി അവരന് വേണ്ടിയായി തീർന്ന് ലോകസമക്ഷം ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ, ദൈവഷ്ടത്തെ പ്രതി അവരന് വേണ്ടി അർപ്പിക്കുമെന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.